Hi friends, അങ്ങനെ കേരള വാട്ടർ അതോറിറ്റി ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. PSCയുടെ പ്രൊഫൈലിൽ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ആവും. അപ്പോൾ നിങ്ങൾ അതിന് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ആപ്ലിക്കേഷൻ കൊടുക്കുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കേരള വാട്ടർ അതോറിറ്റി ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2. ഒട്ടേറെ വേക്കൻസികൾ വരുന്ന 500-ലേറെ വേക്കൻസികൾ കഴിഞ്ഞ തവണ വന്നിട്ടുള്ള ഇനിയും വരാൻ സാധ്യതയുള്ള ഒരു പരീക്ഷ തന്നെയാണ് ഈ പറഞ്ഞ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 എന്നുള്ളത്. നേരത്തെ റീസെൻ്റ് ആയിട്ട് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 3 കഴിഞ്ഞിരുന്നു. അതേ നിലവാരമുള്ള അതേ ക്ലാസ്സുകൾ തന്നെ അല്ലെങ്കിൽ അതേ സിലബസ് വെച്ച് തന്നെ നമുക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കും. I+ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഇൻറ്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഒരുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഓഫ് റോഡ് കൂടി തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക, 548/2025 എന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ. കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ് നിയമനം. ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 എന്നുള്ളതാണ് പോസ്റ്റിൻ്റെ പേര്. 31,100 മുതൽ 83,000 വരെയുള്ള ഏറ്റവും മികച്ച ഒരു സാലറി സ്കെയിൽ തന്നെയാണ് ഈ പരീക്ഷയ്ക്കുള്ളത്. ഒരു വേക്കൻസി എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് നോക്കണ്ട, ഒരുപാട് വേക്കൻസികൾ ഇതിൻ്റെ പേരിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. 36 വയസ്സ് വരെയുള്ളവർ, 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. അതായത് 2/1/1989 ശേഷം ജനിച്ച ആളുകൾ അല്ലെങ്കിൽ 1/1/2007 മുൻപ് ജനിച്ച ആളുകൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ 2 ഡേറ്റ് ഇൻക്ലൂഡഡ് ആണ്. OBC അല്ലെങ്കിൽ SC/ST ഒക്കെ ആണെങ്കിൽ അതനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഇനി എന്താണ് ക്വാളിഫിക്കേഷൻ? ഒരുപാട് പേരുടെ മനസ്സിലുള്ള സംശയമാണ് ക്വാളിഫിക്കേഷൻ. SSLC പാസ്സാവണോ? അതിനുശേഷം NTC നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അവാർഡ് ബൈ നാഷണൽ കൗൺസിൽ ഓഫ് വൊക്കേഷണൽ ട്രെയിനിങ് ട്രേഡ് ഓഫ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ. അപ്പോൾ ഒന്നുകിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ കഴിഞ്ഞിട്ടുള്ള ITI പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ KGCE സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കലിലുള്ള കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ അല്ലെങ്കിൽ KGCE സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിലവിലത്തെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ജനുവരി 14 അതിന് മുമ്പ് തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ കൃത്യമായിട്ട് ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കുക. I+നൊപ്പം ഏറ്റവും ഇൻറ്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് വഴി കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ ക്ലാസ്സുകൾ വഴി നിങ്ങൾക്ക് I+നൊപ്പം പഠിക്കാം. ഈ ജോലി ഉറപ്പായിട്ടും സ്വന്തമാക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും I+നൊപ്പം കൂടാം. നമുക്ക് ഒരുമിച്ച് റാങ്കിലേക്ക് കുതിക്കാം. നല്ലൊരു സർക്കാർ ജോലി നേടാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.